നമസ്കാരം, ചന്ദ്രലേഖയിലേക്ക് സ്വാഗതം. നമ്മൾ പലപ്പോഴും നേരിടാറുള്ള ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ അമിതമായിട്ട് ദേഷ്യം വരുമ്പോൾ നമ്മൾ സ്ട്രെസ്ഫുള്ളായിട്ട് എന്തെങ്കിലുമൊക്കെ കാട്ടിക്കൂട്ടും. ഇത്തരം സിറ്റുവേഷൻസ് അവോയ്ഡ് ചെയ്യാൻ, വാദപ്രതിവാദങ്ങൾ അവോയ്ഡ് ചെയ്യാൻ സീൻ വിടുക എന്നതാണ് ഏറ്റവും വലിയൊരു സൊല്യൂഷൻ. അതുകൊണ്ട് എല്ലാവരും ഇനി വാദപ്രതിവാദത്തിന് നിൽക്കാതെ ഒന്ന് നടക്കാൻ പോകുക, ശുദ്ധമായി ശ്വസിക്കുക, റിലാക്സ്ഡ് ആകും. ചന്ദ്രലേഖയുടെ ഒരു പുതിയ എപ്പിസോഡിലേക്ക് വീണ്ടും സ്വാഗതം. പാചകം ഇഷ്ടപ്പെടുന്നവർക്ക്, പാചകത്തിൽ പുതിയ പരീക്ഷണങ്ങൾ നടത്താൻ താല്പര്യമുള്ളവർക്ക് വേണ്ടിയ ഒരു കുക്കറി സെഗ്മെൻ്റാണ് ചന്ദ്രലേഖയിൽ ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത്. ഹായ് വ്യൂവേഴ്സ്, രുചിയുടെ വ്യത്യസ്തത തേടി നമ്മൾ ഇന്ന് എത്തിയിരിക്കുന്നത് എറണാകുളം രമദ റിസോർട്ടിലാണ്. രമദ റിസോർട്ട് എന്ന് പറയുമ്പോൾ തന്നെ നമ്മൾ കൊച്ചിക്കാർക്ക് എല്ലാവർക്കും അറിയാം, ഇത്രയും അധികം പ്രകൃതി മനോഹരമായ ഒരു ആംബിയൻസ് ഉള്ള ഒരു റിസോർട്ട് കേരളത്തിൽ വേറെ ഇല്ലെന്ന് തന്നെ പറയാം. അപ്പോൾ ഇവിടുത്തെ പ്രകൃതി മനോഹരമായ ആ ആംബിയൻസ് പോലെ തന്നെ രുചികരമാണ് ഇവിടുത്തെ ഭക്ഷണവും. അപ്പം ഇന്ന് നമ്മൾ നിങ്ങൾക്ക് വേണ്ടി ഉണ്ടാക്കാൻ പോകുന്ന ഒരു സ്പെഷ്യൽ ഡിഷാണ്. ഇത് നമുക്ക് പ്രിപ്പയർ ചെയ്ത് തരുന്നത് ഇവിടുത്തെ സൂസ് ഷെഫ് മിസ്റ്റർ രഞ്ജിത്ത് ആണ്. അപ്പോൾ നമുക്ക് ഷെഫിനെ പരിചയപ്പെടാം, കൂട്ടത്തിൽ എന്താണ് ആ സ്പെഷ്യൽ ഡിഷ് എന്ന് പറയാം. ഹായ് ഷെഫ്. ഹായ്. അപ്പം ഇന്ന് എന്താണ് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത്? സ്പെഷ്യൽ ഡിഷ് കൂന്തൽ നെയ് റോസ്റ്റ് ആണ്. കൂന്തൽ നെയ് റോസ്റ്റ്. ഓക്കെ. സ്കിഡ് സീ ഫുഡ് ആണത്. ഓക്കെ. കണവ അല്ലേ? എനിക്ക് തോന്നുന്നു എല്ലാവർക്കും വളരെ ഈസി ആയിട്ട് കഴിക്കാൻ പറ്റുന്ന ഒന്നാണ്. സ്മെല്ലില്ല, ബോണില്ല. അതെ അതെ, ചെറിയ കുട്ടികൾക്കാണെങ്കിലും എപ്പോഴും പ്രശ്നം മുള്ള്. അതെ അതെ, എല്ലാവർക്കും പേടിയാണ് ശരിക്കും. അപ്പോൾ അതിന്റെ ഒരു പ്രോബ്ലംസ് ഒന്നും ഇതിൽ വരുന്നില്ല. ഓക്കെ. അപ്പോൾ ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് പറഞ്ഞുതരാമോ? ഫെനിഗ്രീക്ക്, മസ്റ്റാർഡ്, ജിഞ്ചർ, ഗാർലിക്, ഗ്രീൻ ചില്ലി, റെഡ് ചില്ലി, ഗീ, കർലീസ്, സാൾട്ട്, ഷാലറ്റ്സ് സ്ലൈസ് ആയിട്ട് ചെയ്തത്, ടൊമാറ്റോ ചോപ്പ് ചെയ്തത്, ടർമറിക് പൗഡർ, കാശ്മീരി ചില്ലി പൗഡർ, കൊക്കം. ഇത് ഗാർണിഷിനാണ്. ടൊമാറ്റോ, റെഡ് ചില്ലി, കർലീസ് ഫ്രൈ ചെയ്ത് ഗാർണിഷാണ്. ഇത് കോക്കനട്ട് മിൽക്ക്. ഇത്രയാണ് ഇൻഗ്രീഡിയൻസ്. അപ്പം നമ്മളുടെ നോർമൽ ഇൻഗ്രീഡിയൻസ് തന്നെയാണ് അത് യൂസ് ചെയ്തിരിക്കുന്നത്. പക്ഷേ വഴറ്റാൻ വേണ്ടി സവാളയ്ക്ക് പകരം ചെറിയ ഉള്ളിയാണ് സ്ലൈസ് ചെയ്ത് വെച്ചിരിക്കുന്നത്. എന്താ കാര്യം? ടേസ്റ്റ് കൂടുതലുള്ളത് കൊണ്ടാണ് അത് എടുത്തിരിക്കുന്നത്. ഓക്കെ. അപ്പോൾ ഉണ്ടാക്കാൻ തുടങ്ങാം. ശരി. ഫസ്റ്റ് എന്താ ചെയ്യാൻ പോകുന്നത്? ഗീ ഒഴിക്കുന്നു നമ്മൾ. ഓക്കെ ഓക്കെ. കൂന്തൽ ഗീ റോസ്റ്റ് ആണല്ലോ അല്ലേ? പാൻ ചൂടാക്കി കഴിയുമ്പോൾ ഗീ ഒഴിക്കുന്നു. ശരി. എത്ര സ്പൂൺ ഗീ വേണ്ടി വരും? 1.5 സ്പൂൺ ഗീ. അപ്പോൾ നമ്മളുടെ പാൻ ചൂടായി, അതിലേക്ക് 2 ടീസ്പൂൺ ഗീ നമ്മൾ ഒഴിച്ചിട്ടുണ്ട്. ജസ്റ്റ് ഒന്ന് ചൂടായി വരണമായിരിക്കും അല്ലേ? ഫെനിഗ്രീക്ക് ഇടാം. കുറച്ച് ഉലുവ. വളരെ കുറച്ച്. ഓക്കെ. മസ്റ്റാർഡ്. ഓക്കെ. കടുക്. ശരിക്കും നമ്മളൊരു ഫിഷ് കറി ഉണ്ടാക്കുന്ന ഇൻഗ്രീഡിയൻസ് ഒക്കെ തന്നെയുള്ളൂ. ഓക്കെ. ജിഞ്ചർ ഇടുന്നു. വെളിച്ചെണ്ണയോ അങ്ങനെയുള്ള ഓയിൽ എന്തെങ്കിലും ആയിരുന്നെങ്കിൽ ഇപ്പം ഇതെല്ലാം പൊട്ടിയാണ് അല്ലേ? അപ്പം ആദ്യം നമ്മൾ 2 ടീസ്പൂൺ നെയ്യൊഴിച്ചു, അതിലേക്ക് ഉലുവ ഇട്ടു, കുറച്ച് കടുക് ഇട്ടു, പിന്നെ നമ്മൾ സ്ലൈസ് ചെയ്ത് വെച്ചിരിക്കുന്ന ഇഞ്ചിയും വെളുത്തുള്ളി അല്ലേ? 2 പീസ് റെഡ് ചില്ലി. ഓക്കെ. ഗ്രീൻ ചില്ലി. ഓക്കെ. കർലൈസ് കുറച്ച്. ഓക്കെ. പച്ചമുളകും നീളത്തിൽ അരിഞ്ഞതിട്ടു. അതിനുശേഷം നമ്മളുടെ ഉണക്കമുളക് അല്ലേ? ഉണങ്ങിയ മുളക്, വറ്റൽ മുളക്. ഷാലറ്റ്സ് ആഡ് ചെയ്യാം. ഓക്കെ.
അപ്പം നമ്മളിപ്പോൾ ഇട്ട ഇൻഗ്രീഡിയൻസ് ഒന്ന് ചെറുതായിട്ട് ബ്രൗൺ കളർ ആയിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ ചുവന്നുള്ളി അരിഞ്ഞതിട്ടിട്ടുണ്ട്. കംപ്ലീറ്റ് ഇടണോ? ഇതിപ്പോൾ എത്ര ചുവന്നുള്ളി എടുത്തിട്ടുണ്ട്? ഇതൊരു 100 ഗ്രാം. 100 ഗ്രാം ചുവന്നുള്ളി എടുത്തിട്ടുണ്ട്. എനിക്ക് തോന്നുന്നത് കുറച്ച് വെളിച്ചെണ്ണയോ ഒക്കെ ആയിരുന്നെങ്കിൽ ഇത് പെട്ടെന്ന് ഫ്രൈ ആയി കിട്ടിയേനെ അല്ലേ? അതെ. ചെറിയൊരു ബ്രൗൺ നിറം ആയെന്ന് തോന്നുന്നു അല്ലേ? നമുക്ക് മസാലയുടെ സമയമുണ്ട്. ഓക്കെ, അപ്പം നമ്മളുടെ ചുവന്നുള്ളിയും വറ്റൽമുളകും പച്ചമുളകും ഇഞ്ചിയും വെളുത്തുള്ളിയും ഒക്കെ നല്ല ബ്രൗൺ നിറമായിട്ടുണ്ട്. സത്യം പറഞ്ഞാൽ നമ്മൾ ആദ്യം ഇട്ടതിൻ്റെ പകുതി പോലും ഇല്ല ഇപ്പം അല്ലേ? തീ കുറച്ചിട്ട് മസാല. ശരി. മഞ്ഞൾപ്പൊടി, കുറച്ച് മഞ്ഞൾപ്പൊടി, കാശ്മീരി ചില്ലി പൊടിയാണത്. ഓക്കെ, എത്ര സ്പൂൺ വേണം? ഒരു 1.5 സ്പൂൺ മതി. ഓക്കെ, 1.5 ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ. ശരിക്കും മിക്സ് ചെയ്തിട്ട്. ഓക്കെ, ഇനിയാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, കരിഞ്ഞു പോകാനുള്ള സാധ്യതയുണ്ട് ശ്രദ്ധിച്ചില്ലെങ്കിൽ. ചോപ്പ് ചെയ്ത ടൊമാറ്റോ ഇതിലേക്ക് ചേർക്കുന്നതിലേക്ക്. ശരി, വളരെ ചെറിയതായിട്ട് അരിഞ്ഞിട്ടുള്ള ടൊമാറ്റോ ആണ്. അപ്പോൾ എനിക്ക് തോന്നുന്നത് വളരെ പെട്ടെന്ന് ഇതായിട്ട് കിട്ടും. ഈ ടൊമാറ്റോ ഇടുന്നത് തന്നെ ഒരു തിക് ഗ്രേവിക്ക് വേണ്ടിയിട്ടാണ് അല്ലേ? ഗ്രേവി തിക്കാനും കുറച്ച് പുളിയും കിട്ടാൻ വേണ്ടിയിട്ട്. പക്ഷേ പുളി നമ്മൾ എക്സ്ട്രാ വേറെ എടുത്തിട്ടുണ്ട്. അപ്പം ചുരുക്കം പറഞ്ഞാൽ ഗ്രേവിക്ക് നല്ല പുളി ഉണ്ടായിരിക്കുന്നത് സാരം അല്ലേ? പുളി ഉണ്ടായിരിക്കും. കുറച്ച് പുളികൾ ഒഴിക്കുന്നതായിരിക്കും. ഓക്കെ, അപ്പം നമ്മൾ പുളി നേരത്തെ വെള്ളത്തിലിട്ട് 2 മണിക്കൂർ മുമ്പ് വെള്ളത്തിലിട്ട് വെച്ചേക്കുന്നതാണ്. ഓക്കെ, എത്ര ടീസ്പൂൺ ഒഴിക്കണം? അതിന് തന്നെ ആ വെള്ളത്തിൽ തന്നെ പുളി ഉണ്ടാവും പുളി ഉണ്ടാവും. പിന്നെ ഒരു കഷ്ണം പുളിയാണ് നമ്മൾ ഇടുന്നത്. 2. ശരി. അപ്പം നമ്മൾ ഇതിലേക്ക് തക്കാളി ഇട്ട് കുറച്ച് നേരം വഴറ്റി അതിനുശേഷം കുറച്ച് പുളിവെള്ളം ഒഴിച്ചു. 2 പീസ് അല്ലേ? 2 ടീസ്പൂൺ പുളിവെള്ളം. പിന്നെ 2 പുളിയും കൂടി ഇട്ട് കൊടുത്തു. മസാല ഒന്ന് കുക്കാൻ വേണ്ടി കുറച്ച് വെള്ളം നോക്കാം. ഓക്കെ, മതി. ഉപ്പ് ആഡ് ചെയ്യണം. ഓക്കെ, അപ്പോൾ ഇതുവരെ നമ്മൾ ഉപ്പ് ഇട്ടിട്ടില്ലായിരുന്നു. ആവശ്യത്തിന് അപ്പോൾ കുറച്ച് ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ നമ്മുടെ ഗ്രേവി ഏകദേശം റെഡി ആയിട്ടിരിക്കണം. നമുക്ക് സ്കിഡ് ഇടാം. ഓക്കെ, അപ്പം നമ്മളുടെ ഇതിന് വേണ്ടിയിട്ടുള്ള ഗ്രേവി റെഡി ആയിട്ടുണ്ട്. ഇനിയാണ് നമ്മൾ സ്കിഡ് ഇടാൻ പോകുന്നത്. എത്ര സ്കിഡ് എടുത്തിട്ടുണ്ട്? ഒരു 20 നമ്പർ സ്കിഡ് ഉണ്ട്. ഏകദേശം ഒരു 200 ഗ്രാം. 200 ഗ്രാം കണവയാണ് നമ്മൾ ഇതിന് വേണ്ടിയിട്ട് എടുത്തിരിക്കുന്നത്. ക്ലീൻ ചെയ്ത് റെഡിയാക്കി വെച്ചിട്ടിരിക്കുന്ന കണവയാണിത്. സ്കിഡ് റെഡി ആയിട്ടുണ്ട്. ഓക്കെ, ഇതിലേക്ക് കോക്കനട്ട് മിൽക്ക് ആഡ് ചെയ്യും. ശരി. എത്ര തേങ്ങയുടെ പാലാ ഇത്? ഇത് 2 തേങ്ങയുടെ നല്ല തിക്കായിട്ടുള്ള പാൽ. തിക്ക് മിൽക്കാണ് അല്ലേ? ഓക്കെ, ഇത്രയും മതി. 2 ടീസ്പൂൺ. അധികം നമ്മൾ ഇത് കോക്കനട്ട് മിൽക്ക് ചേർത്ത് കളർ ചേഞ്ച് ആകും. ഗീയുടെ ഫ്ലേവർ പോകും. അപ്പോൾ ഒരു സ്പൈസി ഡിഷാണ് ഉദ്ദേശിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ കോക്കനട്ട് മിൽക്ക് വളരെ കുറച്ച് യൂസ് ചെയ്തിട്ടുള്ളൂ, വെറും 2 ടീസ്പൂൺ. പക്ഷെ ഉപയോഗിച്ചിരിക്കുന്നത് വളരെ തിക്ക് മിൽക്കാണ് അല്ലേ? ഓക്കെ, നമ്മുടെ കൂന്തൽ റെഡി ആയിട്ടുണ്ട്. ഓക്കെ, ഓഫ് ചെയ്ത് ഗാർണിഷ് ചെയ്ത് പ്ലേറ്റിലേക്ക് മാറ്റാം. ഓക്കെ, അപ്പം നമ്മളുടെ കൂന്തൽ ഗീ റോസ്റ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് നെക്സ്റ്റ് ചെയ്യാനുള്ളത് ഗാർണിഷിങ്. ടൊമാറ്റോ ഇടുന്നു. അപ്പോൾ നമ്മളുടെ കൂന്തൽ ഗീ റോസ്റ്റ് നമ്മുടെ ഷെഫ് ഉണ്ടാക്കി കഴിഞ്ഞു. അപ്പം നമുക്ക് ഇതിനൊരു ഗാർണിഷിങ് ആണല്ലേ ചെയ്യാൻ പോകുന്നത്. ഓക്കെ, എടുക്കട്ടെ. സ്കിഡ് ഇട്ടതുപോലല്ലേ, വലുതായി അല്ലേ? അപ്പോൾ നമ്മുടെ കൂന്തൽ ഗീ റോസ്റ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. 20 കൂന്തൽ എടുത്തു എന്ന് പറഞ്ഞു. പക്ഷേ എനിക്ക് തോന്നുന്നത് ഉണ്ടാക്കി വന്നപ്പോൾ ഇത് എനിക്ക് പോലും കഴിക്കാനുള്ളത് ഇല്ലയെന്ന് തോന്നുന്നു. അപ്പം വളരെ ഒരു ഗുഡ് ലുക്കിംഗ് പ്ലേസ് ആണിത്. നിങ്ങൾക്കും തീർച്ചയായിട്ടും ഇവിടെ വരാം. ഇതുപോലുള്ള നല്ല സൗത്ത് ഇന്ത്യൻ എടുത്ത് പറയാനുള്ള നാടൻ ഡിഷ് എന്ന് തന്നെ പറയാം അല്ലേ?
അപ്പോൾ കഴിക്കാം. തീർച്ചയായിട്ടും നിങ്ങളും പ്രിപ്പയർ ചെയ്യുക, അല്ലെങ്കിൽ ഇവിടെ വരിക. ഷെഫ്, താങ്ക് യു സോ മച്ച്. വെൽക്കം. പാഷൻ പ്രൊഫഷനാക്കാൻ കഴിയുന്നത് വളരെ ചുരുക്കം പേർക്ക് കിട്ടുന്ന ഒരു അനുഗ്രഹമാണ്. അത്തരത്തിൽ പാഷൻ പ്രൊഫഷനാക്കിയ പ്രണവം സ്കൂൾ ഓഫ് ആർട്സ് ആൻഡ് പെർഫോമൻസ് നടത്തുന്ന പ്രമിതയുടെ വിശേഷങ്ങളാണ് നമ്മളിന്ന് ചന്ദ്രലേഖയിൽ കാണാൻ പോകുന്നത്. ഹായ് വ്യൂവേഴ്സ്, ഞാൻ പ്രമിത പ്രകാശ്. പ്രണവം സ്കൂൾ ഓഫ് പെർഫോമിംഗ് ആർട്സ് എന്നൊരു നൃത്തവിദ്യാലയം നടത്തുന്നുണ്ട്. പള്ളുരുത്തിയാണ് എൻ്റെ സ്വദേശം. വളരെ ചെറുപ്പകാലം മുതലേ ഈ നൃത്തത്തിനോടുള്ള ഒരു ഇഷ്ടം കൊണ്ട് ഈ ഫീൽഡിൽ വന്ന ഒരാളാണ്. ഇപ്പോൾ കുട്ടികൾ മാത്രമല്ല, ഒരുപാട് ഹൗസ് വൈഫ്സും എൻ്റെ അടുത്ത് ക്ലാസ്സിനായിട്ട് വരുന്നുണ്ട്. ഹൗസ് വൈഫ്സ് എന്ന് പറയുമ്പോഴത്തേക്കും വീട്ടിൽ വെറുതെ ഇരിക്കുന്ന ആൾക്കാർ, വെറുതെ ഇരിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ വീട്ടിൽ ജോലി ഉണ്ടാവും, അതിനുശേഷം കിട്ടുന്ന അവരുടെ ബാക്കിയുള്ള ടൈം അവർ വെറുതെ കളയാനായിട്ട് ഉദ്ദേശിക്കുന്നില്ല. അവർ വന്ന് പ്രാക്ടീസ് ചെയ്യുന്നുണ്ട്, ഇപ്പോൾ എൻ്റെ കൂടെ പ്രോഗ്രാം ചെയ്യുന്നുണ്ട്. അതുകൂടാതെ തന്നെ ഓരോ പ്രൊഫഷണലായിട്ട് വർക്ക് ചെയ്യുന്ന ആൾക്കാരും, അതായത് അഡ്വക്കേറ്റ്സ് ഉണ്ട്, ടീച്ചേഴ്സ് ഉണ്ട്. ഇവരൊക്കെ അവരുടെ ജോലിയുടെ തിരക്കിനിടയിൽ പോലും നമ്മളുടെ ശരീരത്തിന് വേണ്ടിയും അവർക്ക് മാനസികമായിട്ട് കിട്ടുന്ന ഒരു സന്തോഷത്തിന് വേണ്ടിയും ഒക്കെ ഡാൻസ് പഠിക്കാനായിട്ട് എൻ്റെ അടുത്ത് എത്തുന്നുണ്ട്. ഇപ്പോഴുള്ള ഒരു ട്രെൻഡ് തന്നെ മാറിയിരിക്കുകയാണ്. കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ആരും ഒരു ലേഡീസും തന്നെ വീട്ടിൽ വെറുതെ ഇരിക്കാൻ ആർക്കും താല്പര്യമില്ല. അപ്പോൾ അങ്ങനെയുള്ള ഈ കാലത്തിൽ എല്ലാവരും തന്നെ വളരെ സന്തോഷമായിട്ട് വന്ന് ഡാൻസ് പഠിക്കുകയും ഞങ്ങൾ ഒരുമിച്ച് പെർഫോം ചെയ്യും. അത് എല്ലാവർക്കും സന്തോഷമാണ്, എനിക്ക് സന്തോഷമാണ്, അവർക്കും അതുപോലെ തന്നെ ഒരു സന്തോഷമുള്ള കാര്യമാണ്. അതിൽ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ കലയ്ക്ക് ഒരു പ്രായവുമായിട്ട് യാതൊരു ബന്ധവുമില്ല. ഇവിടെ നൃത്തം പഠിക്കാൻ വരുമ്പോൾ എല്ലാവരുടെയും മനസ്സിൻ്റെ ഒരു സന്തോഷമാണ് ശരിക്കും നമുക്കതിൽ കാണാൻ പറ്റുന്നത്. ഓരോരുത്തരും എത്രമാത്രം ആഗ്രഹത്തോടു കൂടിയാണ് ഇവിടെ ഡാൻസ് പഠിക്കാൻ വരുന്നതും അവരത് ചെയ്യുന്നതും ഒക്കെ. അപ്പോൾ അതിന് നമ്മൾ ഫുൾ സപ്പോർട്ടീവാണ്. പ്രായം ഒരു തടസ്സമാവില്ല എന്ന് തന്നെയാണ് എനിക്ക് പറയാനുള്ളത്. ഇപ്പോൾ ഇവിടെ ഞാൻ ക്ലാസ് എടുക്കുന്നതാണെങ്കിലും ആദ്യം അടവ് മുതൽ തന്നെയാണ് ഒരു ക്ലാസ് പോകുന്നത്. അതിൽ തട്ടടവുകൾ, നാട്ടടവുകൾ, പരവലടവ്, അങ്ങനെ ഓരോ അടവുകൾ. അത് കഴിഞ്ഞ് എല്ലാ അടവുകളും 64 അടവ്, എല്ലാ അടവും കഴിഞ്ഞതിന് ശേഷം മാത്രമാണ് നമ്മൾ ഐറ്റത്തിലോട്ട് കിടക്കുന്നതും എല്ലാം. അപ്പോൾ അത്രയും ചിട്ടയായി തന്നെയാണ് ഇപ്പോഴും ഇവിടെ ക്ലാസ് എടുത്തുന്നത്. അതിന് മുമ്പ് എല്ലാ അടവുകൾക്ക് മുമ്പ് തന്നെ ആദ്യം തന്നെ എക്സസൈസ് ചെയ്ത് ബോഡി അതുപോലെ പ്രിപ്പയർ ചെയ്തതിന് ശേഷം മാത്രമേ നമുക്ക് അടവിലോട്ട് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നുള്ളൂ. എൻ്റെ ഒരു എക്സ്പീരിയൻസിൽ വെച്ചിട്ട്. കാര്യം എല്ലാവരും ഒരു ചെറിയൊരു അപ്രിസിയേഷൻ ആഗ്രഹിക്കുന്ന ആൾക്കാരാണ്. അപ്പോൾ നമ്മൾ ഒന്ന് നന്നായിട്ടുണ്ട്, അല്ലെങ്കിൽ ഇന്ന് കാണാൻ ഒരു ഭംഗിയുണ്ട് എന്നൊക്കെ പറയുമ്പോൾ എല്ലാവരുടെയും മനസ്സിൽ സന്തോഷം ഉണ്ടാകും. ആ ഒരു നല്ല കാര്യം പറയാനായിട്ട്, നല്ലതുണ്ടെങ്കിൽ അത് പറയുക. അപ്പോൾ അങ്ങനെ ഒരു കാര്യം ചെയ്യുമ്പോഴത്തേക്കും, ഇപ്പോൾ ഹൗസ് വൈഫ്സ് ആണെങ്കിലും അവർ വീട്ടിൽ വെറുതെ ഇരിക്കുന്ന, വേറെ ഒരു കമ്മ്യൂണിക്കേഷനോ ഒന്നുമില്ലാതെ വീട്ടിൽ വെറുതെ ഇരിക്കുമ്പോഴത്തേക്കും ഓരോ വീടുകളിലും ഓരോ പ്രശ്നങ്ങളായിരിക്കും. അപ്പോൾ അങ്ങനെ ഇരിക്കുന്ന ആ സമയത്ത് എൻ്റെ അടുത്ത് വരുമ്പോഴത്തേക്കും ക്ലാസ് എടുക്കുമ്പോഴത്തേക്കും ഇന്ന് നന്നായിട്ടുണ്ട്, ഇന്ന് ഡ്രസ്സ് ചെയ്തിരിക്കുന്നത് നന്നായിട്ടുണ്ട് എന്നൊക്കെ പറയുമ്പോൾ അവർക്കും ഒരു സന്തോഷമാണ്. ശരിക്കും ഒരു പോസിറ്റീവ് എനർജിയാണ്. അവരും ഒന്ന് ഫ്രഷ് ആവും, നമുക്കും അതൊരു സന്തോഷം. കാര്യം നമ്മൾ മുഖേന ഒരാൾക്കും കൂടി സന്തോഷം കിട്ടി എന്ന് പറയുമ്പോഴത്തേക്കും നമുക്കും ഒരു പോസിറ്റീവ് എനർജി കിട്ടും, അവർക്കും ഒരു പോസിറ്റീവ് എനർജി കിട്ടും.
അങ്ങനെ ഇപ്പം എല്ലാവരും തന്നെ അവരവരുടെ ബോഡിയെക്കുറിച്ചൊക്കെ ഒരു കോൺഷ്യസ് ആയിട്ട് ചിന്തിക്കുന്ന ആൾക്കാരാണ്. അപ്പോൾ അതിനെല്ലാം നമ്മൾ സന്തോഷമായിട്ടിരിക്കുക എപ്പോഴും. അതിനു വേണ്ടി അത് എപ്പോഴും നമുക്ക് പറ്റില്ല എന്നറിയാം, എന്നാൽ പോലും കഴിയുന്ന അത്രയും സമയം നമ്മൾ ഹാപ്പി ആയിട്ട് ഇരുന്ന് കഴിഞ്ഞാൽ തന്നെ നമ്മൾക്ക് ഒരുവിധപ്പെട്ട എല്ലാ പ്രോബ്ലംസും നമുക്ക് ഇല്ലാണ്ടാക്കാൻ കഴിയുമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഏറ്റവും നല്ലൊരു എക്സ്പീരിയൻസ് എന്ന് പറയാനായിട്ട്, കല്യാണശേഷം ഞാനൊരു ഗ്യാപ്പ് എടുത്തിരിക്കുകയായിരുന്നു. അതിനുശേഷം മോനുണ്ടായി. എനിക്ക് മൂന്നാമത്തെ മാസം മോനുണ്ടായിട്ട് 3-ാമത്തെ മാസം തന്നെ എനിക്ക് 2 മണിക്കൂർ പ്രോഗ്രാം എനിക്ക് ധരണി കലോത്സവത്തിൽ എനിക്ക് കണ്ടിന്യൂസ് ചെയ്യാൻ പറ്റി. അതെനിക്ക് ഏറ്റവും മറക്കാനാവാത്തൊരു എക്സ്പീരിയൻസ് ആണ്. കാര്യം സിസേറിയനായിട്ട് പോലും എൻ്റെ ഫാമിലി എല്ലാവരും എതിർത്തു. എന്നിട്ട് പക്ഷേ എൻ്റെ ഹസ്ബൻഡ് സപ്പോർട്ടീവായിരുന്നു. പക്ഷേ എനിക്ക് ഒരു പ്രശ്നമില്ലാതെ തന്നെ 2 മണിക്കൂർ ഇൻഡിവിജ്വൽ കച്ചേരി എനിക്ക് ഫൈനാൻസ് ഹോളിൽ ധരണി കലോത്സവത്തിൽ എനിക്ക് ചെയ്യാൻ പറ്റിയതാണ് എനിക്ക് മറക്കാനാവാത്ത ഒരു എക്സ്പീരിയൻസ്. പ്രശസ്തമായ ഒരുപാട് വേദികളിൽ എനിക്ക് ഡാൻസ് ചെയ്യാൻ സാധിച്ചിട്ടുണ്ട്. അതിൽ സ്വരലയ പാലക്കാട് ഈ കഴിഞ്ഞ കൊല്ലം പെർഫോം ചെയ്തു. പിന്നെ ധരണി കലോത്സവ്, ചങ്ങമ്പുഴ പാർക്ക്, പിന്നെ എബ്രോഡിൽ ഓരോരോ സ്ഥലങ്ങളിൽ പെർഫോം ചെയ്യാൻ പറ്റി. വിത്ത് കലാക്ഷേത്ര ട്രൂപ്പിനൊപ്പം പോകാൻ പറ്റിയിട്ടുണ്ട്. അതൊക്കെ എൻ്റെ ഒരു ഭാഗ്യമായിട്ട് തന്നെ കരുതുന്നു. ഇനിയും തുടർന്നും ഇങ്ങനെയുള്ള ഓരോ നല്ല നല്ല വേദികളിൽ ചെയ്യാനായിട്ട് ആഗ്രഹമുണ്ട്. അതിന് ദൈവം എന്നെ അനുഗ്രഹിക്കുമെന്ന് തന്നെ ദൈവത്തോട് പ്രാർത്ഥിച്ചുകൊണ്ടും ഓരോ ദിവസവും മുന്നോട്ട് പോകാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. എൻ്റെ +2 പഠന ശേഷമാണ് ചെന്നൈയിലുള്ള കലാക്ഷേത്രയിൽ പോകാനും അവിടെ 4 ഇയർ ഡിപ്ലോമ കോഴ്സാണ് ഞാൻ അറ്റൻഡ് ചെയ്തത്. അവിടെ പഠിക്കുമ്പോൾ തന്നെ പ്രഗത്ഭരായ ഒരുപാട് ടീച്ചേഴ്സിൻ്റെ അടുത്ത് എനിക്ക് പഠിക്കാൻ സാധിച്ചു. ഇന്ന് എനിക്ക് ഇങ്ങനെ ഒരു സ്ഥാപനം മുൻപോട്ട് കൊണ്ടുപോകാനായിട്ട് എന്നെ സഹായിച്ചത്, ഇപ്പോഴും സഹായിക്കുന്നത് അവരിൽ നിന്ന് കിട്ടിയ ആ ഒരു എക്സ്പീരിയൻസ് ആണ്. അതിൽ എൻ്റെ ടീച്ചേഴ്സായിട്ടുള്ള നന്ദിനി നാഗരാജ്, നിർമ്മല നാഗരാജ്, പിന്നെ നിങ്ങൾക്ക് ഏവർക്കും അറിയാം, എല്ലാവർക്കും മലയാളികൾ എവിടെയുണ്ടോ അവിടെ എല്ലാവർക്കും അറിയാവുന്ന ധൻജയൻ മാഷ്, ശാന്താക്ക, പിന്നെ നമ്മുടെ കേന്ദ്ര സാഹിത്യ അക്കാദമിയുടെ സെൻസർ ബോർഡ് ചെയർമാനായ ഡോക്ടർ ലീല സാംസൺ, പത്മശ്രീ അടയർ ലക്ഷ്മൺ സർ, ഇവരുടെയൊക്കെ അടുത്ത് എനിക്ക് നൃത്തം പഠിക്കാൻ സാധിച്ചു. അതൊക്കെ എൻ്റെ ഒരു വലിയൊരു ദൈവാനുഗ്രഹമായിട്ടാണ് ഞാൻ കണക്കാക്കുന്നത്. എൻ്റെ ഫാമിലിയെക്കുറിച്ച് പറയുകയാണെങ്കിൽ, എൻ്റെ അച്ഛൻ, അമ്മയാണ് ഓരോ പ്രോഗ്രാമിനാണെങ്കിലും കൊണ്ടുവരാനും ഒക്കെ ഇൻട്രസ്റ്റ് എടുത്ത് ഇതിലോട്ട് മുമ്പോട്ട് കൊണ്ടുപോയത്. അച്ഛനും സപ്പോർട്ടീവാണ്, മാരീഡാണ്. ഹസ്ബൻഡ് അനീഷ് ഫിനാൻസ് ഫീൽഡിലാണ് വർക്ക് ചെയ്യുന്നത്. ഒരു മോനുണ്ട്. മോൻ LKG വിദ്യാർത്ഥിയാണ്, അതിദേവ്.
विरचित चाटु वचन रचनं चरणेरचित प्रणिपातं सम्प्रति मञ्जुल सीमनि केळि शयनमदिन्या ചന്ദ്രലേഖയുടെ ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ പൂർണ്ണമാകുന്നു. ഇന്നത്തെ എല്ലാ സെഗ്മെൻറ്റ്സും നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു. നിങ്ങളുടെ വിലയേറിയ നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും ഞങ്ങളെ എഴുതി അറിയിക്കണം. ഇനി പുതിയൊരു അധ്യായത്തിൽ കാണാം.